മാർട്ടി സുപ്രീം ഇതൊരു ക്ലീഷേ ബ്രേക്കിംഗ് സ്പോർട്സ് ബയോഗ്രഫി മൂവിയാണ്. ഈ സിനിമ ലെജൻഡറി ടേബിൾ ടെന്നീസ് പ്ലെയറായ മാർട്ടി റീസ്മാനെ ലൂസ്ലി ബേസ്ഡ് എടുത്ത സിനിമയാണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ സ്പോർട്സ് ബയോഗ്രഫി മൂവി അല്ല. കാരണം ഒരു ടിപ്പിക്കൽ സ്പോർട്സ് ബയോഗ്രഫി സിനിമ എന്ന് പറയുമ്പോൾ ഒരാൾ സ്ട്രഗ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ലേറ്റർ ഓൺ ടൂർണമെൻറ്റ് കഴിക്കുന്നു, സക്സസ്ഫുൾ ആകുന്നു. അങ്ങനെയാണ് പാറ്റേൺ പോവുക. പക്ഷേ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് മാർട്ടി സുപ്രീം. കാരണം ഈ സിനിമയിൽ ടേബിൾ ടെന്നീസിലുപരി ഇതിലെ മെയിൻ ക്യാരക്ടറായ മാർട്ടി മോസറിൻ്റെ കയോട്ടിക് ലൈഫ് കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ മാർട്ടി മോസർ ഒരു നാർസിസ്റ്റാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു നാർസിസ്റ്റ്. ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തിമോത്തി കാലമറ്റ്. വേറെ ലെവൽ ആക്ടിങ്, അതിഗംഭീര പെർഫോമൻസ്. കാരണം ഒരു സൈഡിൽ ടേബിൾ ടെന്നീസ് മാനേജ് ചെയ്യണം, വേറൊരു സൈഡിൽ ക്യാരക്ടറെ മാനേജ് ചെയ്യണം. സോ അത് രണ്ടും കൂടി ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി പുൾ ഓഫ് ചെയ്തു. ഒരു ഓസ്കാറൊക്കെ കിട്ടാൻ സാധ്യതയുള്ള പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഒരു ടേബിൾ ടെന്നീസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നാച്ചുറലാണ്, ഭയങ്കര ഓർഗാനിക്കാണ്. അല്ലാതെ ഇന്ത്യൻ സിനിമയിലും ആൾക്കാർ ഫുട്ബോൾ കളിക്കുമ്പോൾ കാണിക്കുന്ന പോലെ ഫേസ് കാണിക്കുമ്പോൾ കാല് കാണിക്കില്ല, കാല് കാണിക്കുമ്പോൾ ഫേസ് കാണിക്കില്ല, അങ്ങനെയല്ല. ഈ സിനിമയിൽ കാസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് ടേബിൾ ടെന്നീസ് കളിക്കാൻ അറിയാം. ആ രീതിയിലാണ് ടേബിൾ ടെന്നീസിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സ് പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ, റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ജോർജ് സാവഡി ഡയറക്റ്റ് ചെയ്ത മാർട്ടി സുപ്രീം ഇപ്പോൾ തിയേറ്ററിൽ റണ്ണിങ് ആണ്. വേഗം പോയി ടിക്കറ്റ് എടുത്താൽ 2025 റിലീസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് മാർട്ടി സുപ്രീം ഇൻ തിയേറ്റേഴ്സ്.